ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും കുറച്ച് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ കരുതി കേട്ടോ. എനിക്കിത് മനോഹരമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഫുള്ള് കാണണം. കമൻറ്റും എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം കേട്ടോ. അപ്പം രാവിലെ തന്നെ എന്നത്തെയും പോലെ ചോറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ബീട്രൂട്ട് തോരൻ വെക്കാനെ കൊണ്ട് അതും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി അവന് അരച്ചിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി കൊടുക്കുക, അതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ പെട്ടെന്ന് തന്നെ ഇടയ്ക്കുള്ള ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുഞ്ഞിനെ സ്കൂളിൽ വിടാനുള്ള ഒരു തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് എല്ലാമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ മോനെയും വിട്ടിട്ട് ഉറക്കെ പൂട്ടിയിട്ട് പിന്നെ കുറച്ച് മീനും കാര്യങ്ങളും ഒക്കെ കറി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നോർമൽ സ്പീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ക്യാമറയിൽ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ഞാൻ ചില സമയങ്ങളിൽ എടുക്കുന്നത്. ചില സമയങ്ങളിൽ എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങ് വിട്ടേ പോവും. എൻ്റെ ഈ ഒരു മോർണിംഗ് റൊട്ടീനൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം വേറെ രീതിക്കൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പിന്നെ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ആ ഒരു ഫുഡ് കഴിപ്പും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ കുറേ ജോലികളുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ കറക്റ്റിന് ആ ഒരു ക്രമീകരിച്ചിട്ടായിരുന്നു കേട്ടോ ഇത് പോകുന്നത്. പക്ഷേ ഇപ്പം എന്തോ ഭയങ്കര ഡിസോർഡറായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോ എടുക്കുന്ന പോലെക്ക് പെട്ടെന്ന് കേട്ടോ എല്ലാ വീഡിയോസും എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം ഇടയ്ക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നെ ഈ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിങ്കിൻ്റെ ആ ഒരു ഭാഗം ഫുള്ള് എന്നും ക്ലീൻ ചെയ്യണമെന്ന് കരുതും കേട്ടോ. അപ്പം ഞാൻ ഒരു ഒന്നരാടം വെച്ചൊക്കെയാണ് ക്ലീൻ ചെയ്യാറുള്ളത്. പിന്നെ എപ്പോഴും അങ്ങ് ഇതിലൊരുമാതിരി നമ്മളിപ്പോൾ വെള്ളം വീണോണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിലൊരുമാതിരി ഒരു കറുത്ത ഒരു എന്തോ ഒരു അഴുക്ക് വരും. അപ്പോൾ ഡെയിലി അത് വൃത്തിയാക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നരാടം വെച്ചിട്ട് സിങ്കിൻ്റെ അകം വൃത്തിയാക്കാറുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചാളമീനുണ്ടല്ലോ, ചാളമീൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിൽ ഇടയ്ക്കാണെങ്കിൽ വലിയ മീനുണ്ട് കേട്ടോ. രണ്ടെണ്ണം നല്ല വലിപ്പമുള്ളതായിരുന്നു. അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല നെയ്യൊക്കെ വന്നിട്ട് ഉള്ളിൽ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ മുട്ടയൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇന്നലത്തെ എനിക്ക് സാമ്പാറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മീൻ ഇന്ന് കറി വെക്കാൻ പോകുന്നില്ല, ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചാളമീൻ ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഈ ചാളമീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചാളപ്പുളിയാണോ അതോ തേങ്ങ അരച്ചാണോ വെക്കുന്നത്, അതോ ഫ്രൈ ചെയ്യുകയാണോ? കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇട്ടേക്കണം കേട്ടോ. ഞാനിങ്ങനെ പറയുന്നെങ്കിലും നിങ്ങളെല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യാറില്ല. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു തലയുടെ ഭാഗം ചില സമയങ്ങളിൽ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് കഴിക്കാൻ തീരെ മൂഡ് കാണത്തില്ല. പിന്നെ നമ്മുടെ മസാലയൊക്കെ തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. കാശ്മീരി ചില്ലി ചെറുതായിട്ടേ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ ഫ്രൈ ചെയ്ത് അങ്ങ് മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുഖമൊക്കെ കഴുകി കൈയൊക്കെ കഴുകി ആ മീനിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഹാൻഡ് വാഷൊക്കെ ഇട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരിക്കാമെന്ന് കരുതി കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അല്ലാതെ എന്തെങ്കിലുമൊക്കെ കുളിക്കുക, തുണി കഴുകുക, അതൊക്കെ ഉള്ളു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് വെണ്ണയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ അമ്പലത്തിൽ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് പുറത്ത് നല്ല അസാധ്യം മഴ പെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരു പഞ്ചസാരയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന നല്ല ടേസ്റ്റ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി ആ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ പോയിട്ട് ഉണ്ണിയപ്പം കഴിക്കണം, അത്രയും സന്തോഷം. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാൻ നേരത്താണ് മീൻ പൊരിച്ചതും നല്ല സാമ്പാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തോരനും പിന്നെ ഇന്നത്തെ പാവയ്ക്കാണ് കേട്ടോ. പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചതും പിന്നെ വറുത്ത ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ അച്ചാറും ഒക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചാറും വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. എനിക്ക് നല്ല മഴയും നല്ല തണുത്ത അന്തരീക്ഷം അല്ലേ. അപ്പം ചോറിൻ്റെ കൂടെ നല്ല ചൂടുവെള്ളം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റും പിന്നെ എരിവുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എരിവൊക്കെ കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, എൻ്റെ പൊന്നോ ഭയങ്കര എരിവാണ്. പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് കിട്ടാണ്ടായിപ്പോയി കേട്ടോ, എന്തോ മിസ്റ്റേക്ക് പറ്റി. പിന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമാവാണ് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.